നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇറാൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ തീരത്തിന് സമീപം കടലിൽ മുങ്ങി. ഫ്രിഗേറ്റ് വിഭാഗത്തിൽ വരുന്ന ദേന എന്ന യുദ്ധക്കപ്പലാണ് മുങ്ങിയത്. ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിലാണ് കപ്പൽ തകർന്നതെന്ന് സംശയമുയർന്നിട്ടുണ്ട്. കപ്പലിലുണ്ടായിരുന്ന 35 പേരെ ശ്രീലങ്കൻ നാവികസേന രക്ഷപ്പെടുത്തി. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി ശ്രീലങ്ക അറിയിച്ചു. കപ്പലിൽ 180 പേരുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ശ്രീലങ്കയുടെ തെക്ക് കിഴക്കൻ തുറമുഖമായ ഗാലയിൽ നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പൽ മുങ്ങിയത്. കപ്പലിൽ നിന്ന് അപായ സന്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് ശ്രീലങ്ക രക്ഷാപ്രവർത്തനത്തിനായി നാവികസേനയെ അയച്ചത്. നാവികസേനയ്ക്കൊപ്പം വ്യോമസേനയും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങൾ അനുസരിച്ചുള്ള തെരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനുമുള്ള ബാധ്യത നിറവേറ്റുകയാണ് തങ്ങൾ ചെയ്തതെന്ന് ശ്രീലങ്കൻ നാവികസേനാ വക്താവ് ബുദ്ധിക സമ്പത്ത് വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്ന് ശ്രീലങ്ക അറിയിച്ചു. ഇറാനെതിരെ യുഎസും ഇസ്രായേലും സംയുക്തമായി ആക്രമണം നടത്തുന്നതിനിടെയാണ് സംഭവം. ഇറാന്റെ നാവികസേനയെ ആക്രമിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു. നിരവധി ഇറാൻ യുദ്ധക്കപ്പലുകളെ തകർത്തതായും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനും ആണവ മിസൈൽ ശേഷി തകർക്കാനും ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി 3ാം ഘട്ട സൈനിക ആക്രമണം ആരംഭിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ വധത്തിന് പിന്നാലെ പുതിയ നേതൃത്വത്തെ തെരഞ്ഞെടുക്കാൻ ചേർന്ന യോഗത്തിന് നേരെയും ഇസ്രായേൽ സഖ്യം ശക്തമായ ആക്രമണം നടത്തിയതായി ട്രംപ് വെളിപ്പെടുത്തി. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസുമായി ഓവൽ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ഇറാന്റെ സൈനിക ശേഷി പൂർണ്ണമായും തകർത്തു. ഇറാൻ ഇപ്പോൾ നാവികസേനയോ വ്യോമസേനയോ ഇല്ല. റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു. ആദ്യഘട്ട ആക്രമണത്തിൽ 49 പ്രമുഖർ കൊല്ലപ്പെട്ടു. പുതിയ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് നടന്ന തുടർച്ചയായ ആക്രമണങ്ങൾ വലിയ നാശം വരുത്തി. ഭാവിയിൽ നേതൃസ്ഥാനം ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഭൂരിഭാഗം പേരും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ബഹ്റൈൻ, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും റിയാദിലെ US എംബസിയെയും ലക്ഷ്യമിട്ട് ഇറാൻ തിരിച്ചടി നൽകി. ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയെ വൻ യുദ്ധഭീതിയിലാഴ്ത്തുന്നതാണ് നിലവിലെ സാഹചര്യങ്ങൾ. സമൂഹ മാധ്യമങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകൾ പങ്കുവച്ചതിന് ശ്രീനഗർ MP ആഗാ സയ്യിദ് റൂഹുള്ള മഹദിക്കെതിരെ കേസ്. ജമ്മു കാശ്മീർ പോലീസിന്റേതാണ് നടപടി. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിലും ആയത്തുള്ള അലി ഖമനയുടെ കൊലപാതകത്തിലുമുള്ള കേന്ദ്രത്തിന്റെ പ്രതികരണത്തെ ലോക്സഭാ MP ആഗാ സയ്യിദ് വിമർശിച്ചിരുന്നു. കാശ്മീരിലെ പ്രതിഷേധങ്ങളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതിന്റെയും വീഡിയോകളാണ് ആഗാ സയ്യിദ് പങ്കുവച്ചത്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഇത്തരം മനഃപൂർവ്വമായ ശ്രമങ്ങൾ സമാധാനത്തിനും സുരക്ഷയ്ക്കും മൊത്തത്തിലുള്ള സ്ഥിരതയ്ക്കും ഗുരുതരമായ ഭീഷണിയാണ്. അന്വേഷണം തുടരുകയാണെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. അങ്കമാലിയിൽ ജാസ്ലിയ ജോൺസനെ ഇടിച്ച വാഹനം ഓടിച്ചയാളെ കണ്ടെത്താനായില്ല. അതിരമ്പുഴ സ്വദേശി ജോർജ് തോമസിന്റേതാണ് അപകടമുണ്ടാക്കിയ വാഹനം. വാഹനം ഓടിച്ചിരുന്നത് ജോർജ് തോമസിന്റെ മകൻ ഡോക്ടർ സിറിയക്കാണെന്ന് പോലീസ് പറയുന്നു. വാഹനം ആലപ്പുഴ തുറവൂരിൽ നിന്നാണ് പോലീസ് കണ്ടെത്തിയത്. എന്നാൽ സിറിയക്കിനെ കണ്ടെത്തിയിട്ടില്ല. ഫെബ്രുവരി 28-നായിരുന്നു അങ്കമാലി ഹോം സയൻസ് കോളേജിന് സമീപം ജാസ്ലിയയെ വാഹനമിടിച്ചത്. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന ജാസ്ലിയ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടത്. അതേസമയം കാർ ഓടിച്ചയാളെ പിടികൂടാത്തതിൽ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. മോർണിംഗ് സ്റ്റാർ കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപികയും അങ്കമാലി പോലീസ് സ്റ്റേഷനിലെത്തി. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ജാസ്ലിയുടെ സംസ്കാര ശേഷം സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തുമെന്ന് അധ്യാപകരും സഹപാഠികളും അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും DYFI പ്രവർത്തകരും പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. അതേസമയം പ്രതി ഒളിവിലാണെന്നും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുണ്ടെന്നും അങ്കമാലി SHO പറഞ്ഞു. കർണാടകയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 11 കോടി രൂപയുടെ മയക്കുമരുന്നുമായി 2 മലയാളികളെ ബാംഗ്ലൂരിൽ നിന്നാണ് പിടികൂടിയത്. അശ്വിൻ, ഷിജു, മുബീന, നിസ എന്നിവരെയാണ് ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. 7 മാസം മുൻപാണ് ഇരുവരും ബാംഗ്ലൂരിലെത്തിയത്. തായ്ലൻഡിൽ താമസിക്കുന്ന ഒരു മലയാളിയിൽ നിന്നാണ് ഇവർ മയക്കുമരുന്ന് വാങ്ങിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ശമ്പള പരിഷ്കരണം നടക്കാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർ പണിമുടക്കി പ്രതിഷേധത്തിൽ. UNAയുടെ നേതൃത്വത്തിലാണ് നഴ്സുമാർ പണിമുടക്കി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. മാസശമ്പളം 40,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ് നഴ്സുമാരുടെ ആവശ്യം. നിലവിൽ 20,000 രൂപ മാത്രമാണ് ശമ്പളമായി ലഭിക്കുന്നത്. കുടുംബ ചെലവുകൾ നടത്താൻ ഈ തുക കൊണ്ട് സാധിക്കുന്നില്ലെന്നും വിദ്യാഭ്യാസ ലോണും മറ്റു ലോണുകളും അടയ്ക്കാൻ തന്നെ സാധിക്കാത്ത അവസ്ഥയാണെന്നുമാണ് നഴ്സുമാർ പറയുന്നത്. ഇന്ന് രാവിലെയോടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നഴ്സുമാർ തിരുവനന്തപുരത്തെത്തി. പാളയം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്നുമാണ് നഴ്സുമാർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. പത്തനംതിട്ട മല്ലപ്പള്ളി പുത്തൻ വീട്ടിൽ ബിലു P. ജോൺ ആണ് മരിച്ചത്. MC റോഡിൽ ബാപ്പുജി സ്കൂളിന് സമീപം ഇന്ന് രാവിലെ 7:15-നാണ് അപകടം നടന്നത്. കൂത്താട്ടുകുളം ഭാഗത്ത് നിന്ന് കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇരുമ്പ് കമ്പി കയറ്റി വന്ന ലോറിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടം സംഭവിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. ബിലുവിന്റെ പിതാവ് AD ജോൺ കീഴ്വായ്പൂർ ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മലങ്കര കാത്തലിക് അസോസിയേഷൻ സഭാതല മാനേജിംഗ് കമ്മിറ്റി അംഗവുമാണ്. അമ്മ ഗ്ലാഡിസ് ജോൺ, ഏക സഹോദരി ബിലി P. ജോൺ.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A. പത്മകുമാറിന് രണ്ടാമത്തെ കേസിലും ജാമ്യം. ദ്വാരപാലക ശില്പക്കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. ആദ്യം അറസ്റ്റിലായ കട്ടിളപ്പാളി കേസിൽ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. കേസിൽ ജാമ്യം ലഭിക്കുന്ന 8ാമത്തെ പ്രതിയാണ് പത്മകുമാർ. 90 ദിവസത്തെ റിമാൻഡ് പൂർത്തിയായതോടെയാണ് ദ്വാരപാലക കേസിലും ജാമ്യ ഹർജി നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-നോട് ഇടഞ്ഞ് മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ G. സുധാകരൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സുധാകരനെ പാർട്ടി പരിഗണിക്കുന്നില്ലെന്ന് വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് അദ്ദേഹം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി അംഗത്വം പുതുക്കാൻ താൻ അപേക്ഷ കൊടുത്തില്ല, അതുകൊണ്ട് ലെവിയും വരിസംഖ്യയും അടയ്ക്കേണ്ടി വന്നില്ലെന്ന് G. സുധാകരൻ പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം വീടിനടുത്തുള്ള EMS ഹാളിൽ വെച്ച് നടത്തിയപ്പോൾ സമരത്തിൽ ജയിലിൽ പോയതിൽ ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാളായ തനിക്ക് ഒരു ക്ഷണക്കത്ത് പോലും നൽകിയില്ല. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്റെ പത്രസമ്മേളനത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി താൻ ഒരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന അർത്ഥം വരുന്ന ശരിയല്ലാത്ത പ്രയോഗം നടത്തുകയും കളിയാക്കി ചിരിക്കുകയും ചെയ്തെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ സുധാകരൻ കുറ്റപ്പെടുത്തി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പഴയ കെട്ടിടഭാഗം തകർന്നു വീണ് പരിക്കേറ്റ് ചികിത്സയിലിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ഒഡീഷ സ്വദേശി ഭരത്താണ് മരിച്ചത്. കഴിഞ്ഞ ജനുവരി 28-നാണ് അപകടമുണ്ടായത്. മെഡിക്കൽ കോളേജിലെ ജനറൽ മെഡിസിൻ വാർഡിൽ പൊളിച്ചു മാറ്റിയ ശുചിമുറി കെട്ടിടത്തിന്റെ ബാക്കിയുണ്ടായിരുന്ന സൺഷെയ്ഡ് സ്ലാബാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ തകർന്നു വീണത്. കഴിഞ്ഞ ജൂലൈയിൽ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥാപനത്തിലെ തൊഴിലാളിയാണ് ഭരത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.